സിറ്റിയിലെ പ്രധാന ആശുപത്രിയിലെ തിരക്കേറിയ ആവശ്യത്തിലേറെ ഗൗരവക്കാരനായ ഡോക്ടറായിരുന്നു അർജുൻ ഡ്യൂട്ടിയിൽ കയറുമ്പോൾ തന്നെ അവിടം നിശബ്ദമാകും. നില നേഴ്സായി പുതിയ ജോലിയിൽ ചേർന്ന ആദ്യ ദിവസമായിരുന്നു. ഫയലുകളുമായി തിരക്കിട്ട് ഓടുന്നതിനിടയിൽ അവളാരെയോ ചെന്നിടിച്ചു. കയ്യിലിരുന്ന പേപ്പറുകളെല്ലാം നിലത്ത് ചിതറി. കണ്ണു കാണില്ലേ തനിക്ക്? നോക്കി നടക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കണം. അർജുന്റെ ശബ്ദം ആ കോറിഡോറിൽ മുഴങ്ങി. നിലയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അർജുൻ ഒന്ന് സ്തംഭിച്ചു. ഹോസ്പിറ്റലിൽ ആദ്യമായാണ് ഒരാൾ അയാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ മറുപടി പറയുന്നത്. താൻ പുതിയ നേഴ്സാണല്ലേ? എന്താ പേര്? നില. ഉറച്ച ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു. ഓക്കെ നില, നമുക്ക് ഇനിയും കാണാം, ഒരു പുച്ഛച്ചിരിയോട് പറഞ്ഞ് അർജുൻ നടന്നുപോയി. അന്നു മുതൽ നിലയുടെ സമാധാനം പോയി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അർജുൻ അവളെ ക്യാബിനിലേക്ക് വിളിപ്പിക്കും. ഈ BP ചാർട്ട് എന്താ ഇങ്ങനെ? ഒന്നുകൂടി എടുക്ക്. മരുന്നിന്റെ പേര് എഴുതിയത് വ്യക്തമല്ല. പോയി തിരുത്തിക്കൊണ്ടുവാ. ഓരോ തവണയും അവൾ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ണുകൾ തുടച്ചുകൊണ്ടായിരിക്കും. പക്ഷേ പുറത്തിറങ്ങിയാൽ അവൾ പഴയ നിലയാണ്, മറ്റുള്ളവരോട് ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന രോഗികളുടെ പ്രിയപ്പെട്ടവളായിരുന്നു. അർജുൻ തന്റെ ക്യാബിനിലെ ഗ്ലാസ് ഡോറിലൂടെ നോക്കുമ്പോൾ കാണുന്നത് മിക്കപ്പോഴും നില മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡ്യൂട്ടി ഡോക്ടർ വരുണിനോട് അവൾ ചിരിച്ചു സംസാരിക്കുന്നത് കാണുമ്പോൾ അർജുന്റെ ഉള്ളിൽ അറിയാത്ത ഒരു അസ്വസ്ഥത പുകയാൻ തുടങ്ങി. അതിനെ പൊസസീവ്നെസ് എന്ന് വിളിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. പക്ഷെ അതായിരുന്നു സത്യം. ഒരു ദിവസം വരുൺ അവൾക്ക് ഒരു ചോക്ലേറ്റ് നൽകുന്നത് കണ്ടപ്പോൾ അർജുന്റെ നിയന്ത്രണം പോയി. ഉടനെ അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഇത് ഹോസ്പിറ്റലാണ്, അല്ലാതെ ടൈം പാസ് ചെയ്യാനുള്ള ഇടമല്ല. തനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാം. നില സ്തബ്ധയായി നിന്നു. സാർ, ഞാൻ എന്റെ ജോലി കൃത്യമായാണ് ചെയ്യുന്നത്. വാദിക്കണ്ട. ശിക്ഷയായി ഇന്ന് ഡബിൾ ഡ്യൂട്ടിയാണ്. രാത്രി ഷിഫ്റ്റ് കൂടി കഴിഞ്ഞേ താൻ പോകാവൂ. ഒരു കാരണവുമില്ലാതെ അയാൾ ഉത്തരവിട്ടു. രാത്രി വൈകി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ നില തകർന്നു പോയിരുന്നു. അവസാനത്തെ ബസ്സും പോയിക്കഴിഞ്ഞു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. നിമിഷങ്ങൾക്കകം പേമാരി പെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിന്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞുപോയി. വീട്ടിൽ ഒറ്റയ്ക്കുള്ള അമ്മയെ ഓർത്തുണ്ടായ പേടിയും അർജുന്റെ ക്രൂരതയും അവളെ തളർത്തി. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ഗ്ലാസ് താഴ്ന്നപ്പോൾ അർജുന്റെ മുഖം. കയറൂ, ഞാൻ വിടാം, ഗൗരവം വിടാതെ അയാൾ പറഞ്ഞു. നില മൈൻഡ് ചെയ്തില്ല. അവൾ മഴയിലേക്ക് നടക്കാൻ തുടങ്ങിയതും അർജുൻ കാറിൽ നിന്നിറങ്ങി അവളുടെ കയ്യിൽ പിടിച്ചു. നില, നിന്നോടാണ് പറയുന്നത്, കയറാൻ. അവൾ അയാളുടെ കൈ തട്ടിമാറ്റി. ഇനിയും എന്നെ എന്തിനാ സാർ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണ്, എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. അവളുടെ വാക്കുകൾ വിതുമ്പലിൽ മുങ്ങി. അർജുന്റെ മുഖത്തെ ദേഷ്യം പതുക്കെ അലിഞ്ഞു. അവൻ അവളുടെ അരികിലേക്ക് ചേർന്നു നിന്നു. മഴ അവരെ നനച്ചുകൊണ്ടിരുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമല്ല നില, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയൂ. നീ മറ്റുള്ളവരോട് അടുക്കുന്നത് കാണുമ്പോൾ, നീ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. പക്ഷേ ഐ ലവ് യു നില. നില വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി. ആ കണ്ണുകളിൽ എന്നും കണ്ടിരുന്ന തീക്ഷ്ണത ഇപ്പോൾ പ്രണയമായി മാറിയിരിക്കുന്നു. മഴത്തുള്ളികൾക്കിടയിൽ അർജുൻ അവളുടെ കയ്യിൽ പതുക്കെ ചുംബിച്ചു. മാസങ്ങൾ കടന്നുപോയി. ആശുപത്രിയിലെ ആ പഴയ ദേഷ്യക്കാരൻ ഡോക്ടർ ഇപ്പോഴും അവിടെയുണ്ട്. ഒപ്പം അവന്റെ പേരിൽ സിന്ദൂരം അണിഞ്ഞു നിലയും. നിലയുടെ മാത്രം അർജുനേട്ടനായി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.